കോളേജിലെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ നിസ്സാര തർക്കമാണ് കോഴിക്കോട് ഒരു യുവാവിന്റെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത്. ചേവായൂരിൽ സുഹൃത്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു. മായനാട് സ്വദേശിയായിട്ടുള്ള സൂരജാണ് മരിച്ചത്. പ്രദേശവാസിയായ മനോജ്, ഇയാളുടെ 2 ആൺമക്കൾ എന്നിവരടക്കം 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു. സൂരജ് മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നും കഴുത്തിനേറ്റ പരുക്ക് മരണകാരണമായെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. പാലക്കോട്ട് വയൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതായിരുന്നു മായനാട് സ്വദേശിയായ സൂരജ്. ചാത്തനാട് SNES കോളേജിലെ ചില തർക്കങ്ങളുടെ പേരിൽ സൂരജിന്റെ സുഹൃത്തായ അശ്വന്തും ഇതേ കോളേജിലെ വിദ്യാർത്ഥിയായ വിജയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. എന്നാൽ പിന്നീട് മറ്റൊരിടത്തേക്ക് അശ്വന്തിനെ വിജയ് വിളിച്ചു വരുത്തി. ഇവിടെ വെച്ച് 20 പേരോളം വരുന്ന സംഘം അശ്വന്തിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ചതോടെയാണ് ഒപ്പമെത്തിയ സൂരജിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അശ്വന്തിനാണ് ഓല് വന്ന് തച്ചത്. അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ. സൂര്യനെ എല്ലാവരും ചവിട്ടി. ഓന്റെ അച്ഛനോടൊക്കെ ഇന്നലെ ഓന്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാരാ. ഓന്റെ അച്ഛൻ ഇന്നലെ അവിടെ വന്നിട്ട് പറഞ്ഞ വർത്തമാനം എന്താ പറയുക, തച്ച് തീർക്കാം. ഓന്റെ അച്ഛനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ആ പ്രശ്നം നടന്നത്. അതിൽ ഫുള്ള് ഓല ആൾക്കാരായിരുന്നു. ഞങ്ങളവിടെ ആൾക്കാർ തീരെ അല്ലാണ്ടായി. അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരു ഏട്ടനെ വിളിച്ചോ. ഗുരുതരമായി പരിക്കേറ്റ സൂരജിനെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശ്വാസം മുട്ടിയാണ് മരണം. സൂരജിന്റെ കഴുത്തിന് ഗുരുതര പരിക്കുണ്ട്. സംഭവത്തിൽ 18 പേർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. മായനാട് സ്വദേശി മനോജ്, മക്കളായ വിജയ്, അജയ് എന്നിവർ ഉൾപ്പെടെ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാവാത്തയാളും കേസിൽ പ്രതിയാണ്. അശ്വന്തും വിജയും തമ്മിലുള്ള തർക്കത്തിൽ സൂരജ് ഇടപെട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. 20 വയസ്സുള്ള പയ്യൻ ജീവൻ പോകുമ്പോൾ ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ 20-21 വയസ്സുള്ള കുറെ കുട്ടികളാണ് ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആ 20 വയസ്സുള്ള പയ്യന്റെ ജീവനും പോകുന്നു. ഇത്രയും കുട്ടികളുടെ വീടുകളുടെ പ്രതീക്ഷയായ കുട്ടികളുടെ ജീവനും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതായത് അവരുടെ ഭാവി കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. കോളേജിലെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ നിസ്സാര തർക്കമാണ് കൊലപാതകത്തിൽ കലാശതെന്നാണ് വിവരം. കോളേജിലെ വിദ്യാർത്ഥികളായ അശ്വന്തും വിജയ് മനോജും തമ്മിലാണ് നേരത്തെ തർക്കമുണ്ടായിരുന്നത്. തുടർന്ന് അശ്വന്തിനെ വിജയ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതാണ് ഉത്സവ സ്ഥലത്തും വാക്കേറ്റത്തിന് കാരണമായത്. ഇത് പരിഹരിച്ചെങ്കിലും പ്രതികൾ വീണ്ടും ഭീഷണി മുഴക്കി അശ്വന്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിജയ് മനോജിന്റെ അച്ഛൻ മനോജ് കുമാറും സംഘർഷത്തിൽ ഇടപെട്ടു. എല്ലാം തല്ലി തീർക്കണമെന്നാണ് മനോജ് കുമാർ ഭീഷണി മുഴക്കിയതെന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞു. കേസിലെ മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ മുഖ്യപ്രതികളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. പുലർച്ചെയാണ് അജ്ഞാതർ വീടിന്റെ ചില്ലുകളും കാറും അടിച്ചു തകർത്തത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. News 18 കോഴിക്കോട്.